ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ആദ്യമേ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന്, പിന്നെ അങ്ങ് മടിച്ച് അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കിന് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തേച്ച് ഹാഫ് ഡേ ആക്കി. അങ്ങനെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ. കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഇന്നൊരു അവധി ദിവസമാണ്. അവധി ദിവസങ്ങളിൽ ഞാൻ സാധാരണ വൈകിട്ടാണ് എഴുന്നേൽക്കാറ്. അതുപോലെ തന്നെ ഇന്നും വൈകിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത്. 7 മണിയായിട്ടുണ്ടായിരുന്നു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് അതുപോലെ തന്നെ ആദ്യമേ തന്നെ ചായ വെച്ചു. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ചായയിൽ നിന്നാണ്. ഞാനൊരു ദിവസം കുറഞ്ഞത് ഒരു 4-5 ചായയെങ്കിലും കുടിക്കും. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചായ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, പിന്നെ 11 മണിയാകുമ്പോൾ ഒരു ചായ, പിന്നെ വൈകിട്ടൊരു ചായ. അതിനിടയിൽ പിന്നെയും കിട്ടിയാൽ അതും കുടിക്കും കേട്ടോ. ചിലപ്പോൾ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് അമ്മ ചായ തരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ ആ ഒരു ചായയാവും. ചായ അത്ര ഹെൽത്തിന് നല്ലതല്ല എന്ന് എനിക്കറിയാം, എങ്കിലും ചായ നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. ആദ്യമുള്ള ദിവസങ്ങളിലാണെങ്കിൽ പിന്നെ എല്ലാം പതിയെ ആസ്വദിച്ചേ ചെയ്യാറുള്ളൂ. അങ്ങനെ ചായയായിട്ട് പുറത്തൊക്കെ വന്ന് കുറച്ച് നേരം ഇരുന്ന് ആസ്വദിച്ച് കുടിച്ച് ചെടികളെയൊക്കെ കണ്ടതിന് ശേഷമേ അവധി ദിവസങ്ങളിൽ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. എല്ലാ കാര്യങ്ങളും റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് ഒന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ അവധി ദിവസങ്ങളിൽ മാത്രമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ തന്നെ പണികളൊക്കെ അങ്ങ് കഴിയും. മോനാണെങ്കിൽ അവൻ എഴുന്നേറ്റിട്ടില്ല. അവനിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇന്നലെ കിടന്നപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് കിടന്നപ്പോൾ തന്നെ ഒരു നേരമായി. അതുകൊണ്ട് അവന് എഴുന്നേറ്റിട്ടില്ല. അവനാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയിലും വന്നില്ല. മാർച്ച് അല്ലയോ, ഇയർ എൻഡിങ് അല്ലയോ, അത് കാരണം നല്ല തിരക്കാണ്. അങ്ങനെ ഞാനും മോനും ഉള്ളൊരു ദിവസമാണെന്ന്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ചെടികളെയൊക്കെ കണ്ട് അവരോടൊക്കെ ഒരു സ്വകാര്യമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് പോയത് തന്നെ. രാവിലെ ഈ ചെടികളെ കണ്ടാൽ മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. 1-2 പേര് കമൻറ്റിലൂടെ അടീനിയം ചെടികളുടെ വീഡിയോസ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഒരെണ്ണം ചെയ്യുക. ഇപ്പം ഞാൻ ജസ്റ്റ് അതിനകത്ത് പൂക്കളൊക്കെ ഒന്ന്, എൻ്റെ അടീനിയം ചെടിയിലുണ്ടായിരിക്കുന്ന പൂക്കളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു പോകുന്നുണ്ട്. ചില ചെടികളിലൊക്കെ പൂക്കളായി തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം അത് 2ാമത്തെ ബാച്ച് വാങ്ങിച്ചതാണ് ഞാൻ. ആദ്യത്തെ ബാച്ചിൽ ഞാൻ ഒരു 7-8 വെറൈറ്റി വാങ്ങിച്ചിട്ടുണ്ട്. 7 വെറൈറ്റി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണം എൻ്റെ നശിച്ചു പോയി. ബാക്കിയെല്ലാം നന്നായിട്ട് പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നത്തെ ബാച്ച് മേടിച്ചതെല്ലാം പൂക്കളുണ്ടാകുന്നതേ ഉള്ളൂ. അതെല്ലാം ചെറിയ പ്ലാന്റാണ്. ആദ്യം വാങ്ങിച്ചതെല്ലാം വലുതായിട്ടുണ്ട്.
അങ്ങനെ ചെടികളെയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നേരെ കിച്ചണിലേക്ക് പോന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. അങ്ങനെ സാമ്പാറിന് വേണ്ടിയുള്ള പരിപ്പൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചു. ഞാൻ സാമ്പാറിനായിട്ട് പരിപ്പെടുക്കുമ്പോൾ 2 ടൈപ്പിലെ പരിപ്പൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ഇത് കനമുള്ള പരിപ്പും കനം കുറഞ്ഞ പരിപ്പും ഇല്ലയോ, അത് രണ്ടും കൂടെ 1/4 കപ്പ് വീതം എടുക്കും. അത് രണ്ടും കൂടെ 1/2 കപ്പ്. ഇപ്പോൾ രാവിലെ ആയാലും എഴുന്നേറ്റാൽ എന്തൊരു ചൂടാണില്ലയോ. കിച്ചണിലൊക്കെയാണെങ്കിൽ ഇവിടെ നിൽക്കാനേ ഒക്കത്തില്ല, അത്രയ്ക്ക് ഭയങ്കര ചൂടാണ്. ഇതിപ്പോൾ തുടക്കമായതേ ഉള്ളൂ, കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും എന്തായിരിക്കുമുള്ള ഒരവസ്ഥ. എക്സോസ് ഫാനും അല്ലാത്ത ഫാനും എല്ലാം ഇട്ടാലും നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂട്. ചെടികളുടെ കാര്യവും അതിനേക്കായി കഷ്ടമാണ്. രാവിലെ നനച്ച് കൊടുത്താൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് ചെടികളെല്ലാം കൂടെ തളർന്നൊടിഞ്ഞൊരു പരുവാകും. അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഇപ്പം നനച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ്. നിലത്ത് നിൽക്കുന്ന ചെടികളാണെങ്കിൽ കുഴപ്പമില്ല. ചെടിച്ചട്ടി നിൽക്കുന്ന ചെടികളാകുമ്പം വളരെ കുറച്ച് മണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം അങ്ങ് ഡ്രൈ ആയി പോകും വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന്. പിന്നെ രണ്ടാമത് നനച്ച് കൊടുക്കേണ്ടി വരും. അല്ലാത്ത സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം രാവിലെ ഒരു വട്ടം നനച്ച് കൊടുത്തുക, പിന്നെ വൈകുന്നേരം പിന്നെ ഞാൻ ലോണ് ഒന്ന് നനച്ച് കൊടുക്കത്തതേ ഉള്ളൂ. അങ്ങനെ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ച്, പരിപ്പ് വേവിക്കുന്നതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം കായം ചേർത്ത് കൊടുക്കും, പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരല്പം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കും. കാരണം പരിപ്പ് തൂവിപ്പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ആ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചപ്പോഴത്തേക്കിന് പിന്നെ അവനെ പഠിക്കാനായിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവനുള്ള കാപ്പിയൊക്കെ വെച്ച് കൊടുത്ത്. എക്സാം ആയിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഊണുമില്ല ഉറക്കമില്ല, കുത്തിയിരുന്ന് പഠിത്തമാണ്. എക്സാമുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ പറയുവേ എനിക്ക് കാപ്പി ഉണ്ടാക്കി ഫ്ലാസ്കിലാക്കി വെച്ചിരിക്കണേന്ന്. അങ്ങനെ ഞാൻ തലേന്ന് തന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഫ്ലാസ്കിലാക്കി വെച്ചിരിക്കും. അവൻ രാവിലെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് എഴുന്നേറ്റ് പഠിച്ചോളൂ. അവനങ്ങനെ ചായയും കാപ്പിയും കുടിക്കുന്ന ശീലമൊന്നും ഇല്ല. പിന്നെ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാപ്പി കുടിക്കുന്നത് തന്നെ. അങ്ങനെ മോനുള്ള കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ മാവൊക്കെ ഒന്ന് ഉപ്പിട്ടിളക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതോടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലൂടി ഒന്ന് അടുപ്പിച്ചെടുക്കും. അപ്പോഴേക്ക് നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചു.
അതിനുശേഷം പിന്നെ സാമ്പാറിലേക്കുള്ള വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് വഴറ്റിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അടീനിയം ചെടി വാങ്ങിയതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കണേന്ന്. എൻ്റെ കയ്യിൽ ലിങ്ക് ഇല്ല, കാരണം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് യൂട്യൂബിൽ അതിൻ്റെ ഒരു വീഡിയോസ് കണ്ടിട്ട് അതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ വിളിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ അടീനിയം ചെടികളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു ചെടിക്ക് 100 രൂപ വെച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇത്രയും ചെടി വാങ്ങിയതിൽ എൻ്റെ ഒരു ചെടി മാത്രമേ നശിച്ചു പോയിട്ടുള്ളൂ. അതെൻ്റെ അശ്രദ്ധ കൊണ്ടാണ്, കാരണം അത് നട്ടിരുന്ന ചട്ടിയിൽ ഡ്രെയിനേജ് സിസ്റ്റം ശരിയല്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ചെടി മഴക്കാലത്ത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ വേറെ ഒന്നും നശിച്ചിട്ടില്ല. എല്ലാം നല്ല പ്ലാന്റായിട്ടാണ് എനിക്ക് വന്നത്. യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് വിളിച്ച് അങ്ങനെ അവരന്നേരം അതിൻ്റെ കാറ്റലോഗ് അയച്ചു തന്ന് അത് നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വാട്സപ്പിൽ അവർക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെൻഡ് ചെയ്ത് കൊടുത്താൽ അവർ നമുക്ക് നമ്മുടെ അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ്സിലേക്ക് നമുക്ക് സെൻഡ് ചെയ്ത് തരും. അങ്ങനെയാണ് ഞാൻ എൻ്റെ അടീനിയം ചെടികളെല്ലാം വാങ്ങിച്ചത്. വളരെ ചെറിയ പ്ലാന്റ് ആയിരുന്നു, പിന്നെ അതെല്ലാം വലുതായി വന്നതാണ്. നമ്മുടെ ഇവിടെ നഴ്സറി പോയാലൊന്നും ഇത്രയധികം വെറൈറ്റീസ് ഒന്നും കിട്ടത്തില്ല. സാധാരണ കോമൺ ആയിട്ടുള്ള അടീനിയം ചെടിക്കായാലും നഴ്സറിയിലൊക്കെ ചോദിക്കുന്ന വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതുകൊണ്ട് ഞാനിവിടെ കടയിൽ നിന്നൊന്നും വാങ്ങിക്കത്തില്ല. അങ്ങനെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് എൻ്റെ കയ്യിലുള്ള അടീനിയം ചെടികളെല്ലാം. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പൊടികളൊക്കെ ചേർത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ ഈ ഭാഗത്തോട്ടൊക്കെ പൊടിയിട്ട സാമ്പാറാണ് കൂടുതലും ഉള്ളത്, അല്ലാതെ തേങ്ങ അരച്ച സാമ്പാർ അധികമില്ല. അങ്ങനെ സാമ്പാറൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കിന് ഇതിന് ഞാനൊന്ന് കടുകും കൂടി ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഡ്ഡലിയുടെ കൂട്ടത്തിൽ സാമ്പാറാണ് ഇഷ്ടം. എന്നാൽ ദോശയുടെ കൂട്ടത്തിൽ സാമ്പാർ അത്ര പോകത്തില്ല, അതിന് ചമ്മന്തി തന്നെ വേണം താനും. ഞാൻ ഇന്ന് ഇപ്പം ഇഡ്ഡലിയുടെ കൂട്ടത്തിൽ സാമ്പാർ ഉണ്ടാക്കി അതിൻ്റെ കുറച്ച് ബാക്കി കാണും. അതും പിന്നെ നാളെ ആകുമ്പോഴത്തേക്കിന് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചട്നിയും കൂടെ ഉണ്ടാക്കും. ഞാൻ മാവാട്ടി വയ്ക്കുമ്പോൾ 2 ദിവസത്തേക്കുള്ള മാവ് ഒരുമിച്ച് ആട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കും. അതുപോലെ ഞാനും മോനും മാത്രമേ ഉള്ളത് കൊണ്ട് 2 ദിവസത്തേക്ക് ഉണ്ടാക്കിയാലും പിന്നെയും അധികം ഉണ്ടാകും. അപ്പോൾ പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ രാത്രിയിലും ദോശയാണ് കഴിക്കുന്നത്. മാവ് ചിലവാകണ്ടേ, ഞങ്ങൾ 2 പേരും അല്ലേ ഉള്ളൂ. അവൻ കഴിക്കത്തില്ല, അവന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം കാസറോളിലേക്ക് മാറ്റുന്നുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള മാവൊഴിച്ച് ഞാനങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ മോനും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും അതിൻ്റെ കൂട്ടത്തിൽ കടുപ്പത്തിലൊരു ചായയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു,
അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. നമ്മൾ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പാത്രങ്ങൾ അങ്ങ് കഴുകി മാറ്റിയാൽ എല്ലാം കൂടെ ഒന്നിച്ച് കഴുകുന്നതിൻ്റെ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഞാൻ പണികൾ ചെയ്യുമ്പോൾ തന്നെ കുറച്ചൊക്കെ അങ്ങ് കഴുകി മാറ്റും. അതിനുശേഷം പിന്നെ അമ്മയുടെ കുറച്ച് പാത്രങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നേ. ഞാനില്ലായിരുന്ന സമയത്ത് മോന് ഫുഡ് കൊടുത്ത കുറച്ച് പാത്രങ്ങളാണേ, അതൊക്കെ ഒന്ന് കൊണ്ട് കൊടുത്തേച്ച് വരാമെന്ന് വെച്ചു. ഇതാണ് കേട്ടോ എൻ്റെ വീട്, അതായത് ഞാൻ ജനിച്ചു വളർന്ന വീട്. അതിനപ്പുറത്ത് തന്നെയാണ് ഞങ്ങളും വീട് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അവിടെ നിന്ന് അമ്മയായിട്ട് കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ തിരിച്ചു വന്നത്. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പിന്നെ എല്ലാ റൂമിൻ്റെയും ഡോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഇവിടെ ഇല്ലായിരുന്നെന്ന് പറഞ്ഞല്ലോ, അപ്പം ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് ഓരോന്നായിട്ട് കുറേശ്ശെയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ ക്ലീൻ ചെയ്യത്തില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ച് ഇന്ന് ഡോറെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്ന. അങ്ങനെ റൂമിൻ്റെ ഡോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഓരോ ദിവസവും ഓരോ ടാസ്ക് വയ്ക്കും, ഇന്നത് ഇത്ര ചെയ്ത് തീർക്കണമെന്ന്. അങ്ങനെ ഞാൻ ചെയ്ത് തീർക്കാറില്ല. അല്ലാതെ എല്ലാം കൂടെ വാരി വലിച്ചിട്ട് ചെയ്യാൻ നിൽക്കാറില്ല. കാരണം വാരി വലിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിനൊരു മടുപ്പ് തോന്നും. അതുകൊണ്ട് ഞാൻ കുറേശ്ശെയായിട്ട് ഓരോ ദിവസം ഇന്ന ദിവസങ്ങളിൽ ഇത്രയും ചെയ്ത് തീർക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇല്ലാത്തത് കാരണം എല്ലാത്തിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടിയുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കി. ഇന്ന് ലഞ്ചിന് മീൻകറിയും മീൻ വറുത്തതും പിന്നെ കപ്പയും കൂടി വേവിക്കണം. കപ്പ ഇന്നലെ വാങ്ങിച്ചത് മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് വേവിച്ചെടുക്കാമെന്ന് വെച്ച്. പിന്നെ ചോറ് വെച്ചത് ഇന്നലത്തെ കുറച്ച് ഇരിപ്പുണ്ട്. ഇവിടെ കപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചോറിന് വലിയ ചിലവില്ല. ഇവിടെ എല്ലാവർക്കും കപ്പ വലിയ ഇഷ്ടമാണ് കേട്ടോ. കപ്പ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് അവനുള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ കപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് ചോറ് കഴിക്കത്തേയില്ല, കപ്പ മാത്രമേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഇന്നലെ മേടിച്ച മീന മസാല പുരട്ടിയത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വറുക്കാനിട്ടതിന് ശേഷം പിന്നെ കപ്പയൊക്കെ ഒന്ന് അരിഞ്ഞ് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്ന കപ്പയൊക്കെ നന്നായിട്ട് വേവുന്ന കപ്പയല്ലേ. ചില സമയത്ത് കിട്ടുന്ന കപ്പയാണെന്നുണ്ടെങ്കിൽ ഒട്ടും വേവത്തില്ല, നല്ല കല്ലി പോലിരിക്കും. ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞിരിക്കുന്ന കപ്പയാണ് എല്ലാവർക്കും ഇഷ്ടം. അതാകുമ്പോഴാണല്ലേ ഈ മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൂ. ഈ വേവാത്ത കപ്പയാണെന്നുണ്ടെങ്കിൽ മീൻകറിയൊന്നും കൂട്ടി കഴിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഞാനും മോനുമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കപ്പയും കുറച്ച് ചോറും കൂടെ കഴിക്കും. അവനാണെന്നുണ്ടെങ്കിൽ കപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ കപ്പ മാത്രമേ കഴിക്കത്തുള്ളൂ, ചോറ് കഴിക്കത്തില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് കപ്പയൊക്കെ ഒന്ന് വേവാൻ വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കപ്പയ്ക്ക് വേണ്ടിയുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കപ്പയുടെ കോമ്പിനേഷനായിട്ട് മീൻകറിയാണല്ലോ. അങ്ങനെ മീൻകറിയൊക്കെ ഇന്നലത്തത് ഇരിപ്പുണ്ടായിരുന്നു, അതെല്ലാം എടുത്തൊന്ന് ചൂടാക്കാൻ വെച്ചു. അതിന് ശേഷം പിന്നെ ചോറും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ചോറ് ചൂടാക്കുന്നത് കുക്കറിലാണേ.
കുക്കറിലിട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് ഫ്ലെയിമിൽ നിന്ന് ആവി കയറ്റി അടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം പിന്നെ പച്ചമോരൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അവന് പച്ചമോര് വലിയ ഇഷ്ടമാണ്. അതുമല്ല ഈ കപ്പയും മീൻകറിയും അതിനകത്ത് കുറച്ച് പച്ചമോരൂടെ ഒഴിച്ച് കൂട്ടിക്കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളങ്ങനെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചില സ്ഥലങ്ങളിൽ ആൾക്കാർ പറയുന്നത് കേൾക്കാം, ഈ മീൻകറിയും അതായത് മുളകിട്ട മീൻകറിയും മോരും കൂടെ ചേർത്ത് കഴിക്കരുത്, അത് എന്തോ നമ്മുടെ ശരീരത്തിന് അത്ര ഹെൽത്തി അല്ല എന്നൊക്കെ. അതിൻ്റെ സയൻസ് ഒന്നും അറിയത്തില്ല. ഇവിടെ എന്തുമായാലും മുളക് കറി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ കൂട്ടത്തിൽ മോരും ഉണ്ടാവണം. അതായത് മോരെന്ന് വെച്ചാൽ കാച്ചിയ മോരല്ല, പച്ചമോര്. അതാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടവും കാച്ചിയ മോരിനേക്കായി. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. നല്ല ചൂട് ചോറും കപ്പ വേവിച്ചതും മീൻകറിയും മീൻ വറുത്തതും പച്ചമോരും ഒക്കെ കൂട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും മോനൂടെ ഫുഡൊക്കെ കഴിച്ചു. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.